ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട് CUT. അപ്പോൾ നാളെ, അതായത് മെയ് മാസം 13 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാളെ നമ്മുടെ CUT എക്സാം തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഒരുപക്ഷെ നാളെ എക്സാമിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ എന്താവാം തൊട്ടടുത്ത ദിവസങ്ങളിൽ എക്സാം വരാൻ പോകുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നാളത്തെ എക്സാം അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അല്ലേ. കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ NTA കൊടുത്തിട്ടുണ്ട്. CUT UG എക്സാം നിങ്ങൾ എഴുതണമെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതായ പോലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നാളെ എക്സാമിന് ഏതൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ട് CUTയുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. CUTയുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം, PDF അല്ല പ്രിൻ്റ് എടുത്തായിരിക്കണം. ഓക്കെ, ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കളർ കോപ്പി എടുത്തിട്ട് പോവാം. ഓക്കെ, കളർ കോപ്പി എടുത്തിട്ട് വേണം പോകാൻ. രണ്ടാമത്തെ കാര്യം സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഈ സെൽഫ് ഡിക്ലറേഷൻ എന്താണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ CUTക്ക് ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നല്ലോ, അതിൽ തന്നെ ഈ സംഗതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സെൽഫ് ഡിക്ലറേഷൻ എന്നുള്ള സംഗതിയെക്കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ടാവും. അപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ എടുത്തു പോകാൻ മറക്കരുത്. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. A4 പേപ്പറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹാർഡ് കോപ്പി എടുത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സെൽഫ് ഡിക്ലറേഷൻ അതിന് നടത്തിയിരിക്കണം. മൂന്നാമത്തെ കാര്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഇവിടെയാണ്. എല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യും, ഇന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നാളെയൊക്കെ എക്സാമിന് തൊട്ട് മുൻപായിട്ട് എടുത്തിട്ട് ഇരിക്കും. അത് പോരാ. കാരണം നിങ്ങൾ എന്താണോ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്നത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടല്ലോ, സെയിം ആസ് അപ്ലോഡഡ് എന്ന് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മളൊരു എന്തെങ്കിലും ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ആ ഫോട്ടോ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിൻ്റ് എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നാളെ എക്സാം സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ആ സമയത്ത് കുറച്ച് മുമ്പ് അവിടെ ഒരു DTP സെൻറ്റർ ഉണ്ട്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാൽ മതി, നിങ്ങൾ സാധാരണ പ്രിൻ്റ് എടുത്താൽ മതി. സാധാരണ പ്രിൻ്റ് പറയുമ്പം നമ്മളെ കളർ പേപ്പറിലല്ല പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോസി പേപ്പറിൽ അത് പ്രിൻ്റ് എടുക്കാം. ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് എടുക്കാം. വളരെ കുറഞ്ഞ പ്രൈസിന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുത്ത് കിട്ടും. അല്ല സ്റ്റുഡിയോയിൽ തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ ഏതാണ് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിന് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുത്ത് പോകണം. അതും എത്ര കോപ്പി പറഞ്ഞിട്ട്, 2 കോപ്പി പറഞ്ഞിട്ടുണ്ട്. 2 കോപ്പി പറഞ്ഞിട്ട് മറക്കരുത്. 2 കോപ്പി കേട്ടോ, 2 കോപ്പികളാണ് പറഞ്ഞിട്ടുള്ളത്, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നാലാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് വരുന്നുണ്ട്. അപ്പോൾ ID പ്രൂഫ് എന്ന് പറയുമ്പോൾ ആ സെഗ്മെൻറ്റ് തന്നെ പ്രത്യേക എണ്ണി പറഞ്ഞിട്ട് ഏതൊക്കെ നോക്കിക്കോളും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിലെ ID കാർഡ് ഉപയോഗിക്കാം. സ്കൂളിലെ ID കാർഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പാൻ കാർഡ് നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ആധാർ കാർഡ് അല്ലെങ്കിൽ ഈ ആധാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് 12 ബോർഡ് എക്സാമിൻ്റെ, ഓക്കെ, നമ്മുടെ ബോർഡ് എക്സാം ഉണ്ടല്ലോ, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് കേട്ടോ. കാരണം ഫോട്ടോഗ്രാഫ് ഇല്ലാത്ത ഏതൊരു ID കാർഡും അവിടെ വാലിഡ് ആയിട്ട് പരിഗണിക്കില്ല. ഫോട്ടോഗ്രാഫ് മസ്റ്റാണ്. ഓക്കെ, പിന്നെ അതുപോലെ ബാങ്ക് പാസ്ബുക്ക് എന്ത് ചെയ്യാം, അതിനും ഫോട്ടോഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് ഏതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ, നിങ്ങൾക്ക് ഏതൊരു വിധത്തിലുള്ള ലാഗൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങളുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാമിന് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറണമെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ എന്തോ ആധാർ കാർഡാണ്. നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുപോയിക്കോ, വേറെ ഒരു ടെൻഷൻ വേണ്ട. ആധാർ കാർഡ് കൊണ്ടുപോയിക്കോളൂ, ഒരു ടെൻഷനില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതി പോകാൻ ഒരു പ്രശ്നം അവിടെ വരാൻ പോകുന്നില്ല. ആധാറിലെ ഫോട്ടോ എന്താ ഇങ്ങനെയൊന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ആധാർ കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, അഥവാ ഫിസിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് സമയം അഡീഷണൽ കൊടുക്കാറുണ്ട്. ഓക്കെ, ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് കൂടുതൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരോട് ഈ പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒറിജിനൽ കയ്യിലെടുക്കുക, അതിൻ്റെ ഒരു കോപ്പി കൂടി വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് നിങ്ങൾ കൊണ്ടുപോകാം. നാളെ എന്നല്ല, നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അന്ന് കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, ഇനി കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമ്മുടെ വീഡിയോ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എജുപോർട്ടിൻ്റെ ചാനൽ CUT ചാനൽ മറക്കാതെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി എല്ലാം തന്നെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്തുക. ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.